പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു തരം ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിന്റെ ഈ രാത്രിയിൽ ഈശോ കാത്തിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്കായി. ഈശോ കാത്തിരിക്കുകയാണ് ദൈവ ആരാധനയ്ക്കായി. ഈശോ കാത്തിരിക്കുകയാണ് നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി. ഇന്ന് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്, നിന്റെ കണ്ണുനീർ ഒപ്പുന്ന രാത്രിയാണ്. പ്രിയമുള്ളവരെ, എന്താണ് ജാഗരണ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് ധ്യാനം കൂടുമ്പോൾ സംഭവിക്കുന്നത്? എന്താണ് വചനം പ്രഘോഷിക്കുമ്പോൾ സംഭവിക്കുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുകയാണ്, ഈശോ ഒരിക്കൽ ഒരു ദേവാലയത്തിൽ ഒരു സാബത്ത് ദിവസം പ്രസംഗിക്കുക. ദേവാലയം അതല്ല, സിനഗോഗ്. പ്രസംഗിക്കുമ്പോൾ ഒരു സാബത്താണ്. ഈശോ കാണുന്നു അവിടെ പുരുഷന്മാരുടെ ഇടയ്ക്ക് ഒരു പ്രായമുള്ള ഒരു മനുഷ്യരിയ്ക്കുകയാണ്. ആ മനുഷ്യന് കുറവുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈ ശോഷിച്ച ഒരു മനുഷ്യരാണ്. കൈ ശോഷിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താ? കൈ ക്ഷീണിച്ചു പോയി എന്നതിനേക്കാൾ ഉപരിയായി നമുക്കറിയാം, ഒരു പുരുഷൻ്റെ കൈ എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബനാഥൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള കരമാണ്. ഭാര്യയെ സംരക്ഷിക്കാൻ, മക്കളെ സംരക്ഷിക്കാനുള്ള കരങ്ങൾ. കരം ശോഷിച്ചു പോയെന്ന് പറഞ്ഞാൽ കുടുംബത്തെ നോക്കാൻ പറ്റാത്തൊരു വ്യക്തി, അധ്വാനിക്കാൻ പറ്റാത്തൊരു വ്യക്തി, ഹെൽപ്ലെസ് മാൻ. സ്വന്തമായി ചെയ്യാൻ പറ്റാത്തൊരു മനുഷ്യരും കുടുംബത്തെ നോക്കാൻ പറ്റുന്നില്ല. വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബനാഥൻ. അദ്ദേഹത്തിൻ്റെ വേദന കണ്ട് അനുകമ്പ തോന്നി ഈശോ അദ്ദേഹത്തിനടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ച് അദ്ദേഹത്തിന് സൗഖ്യം നൽകുക. കൈ ശോഷിച്ച മനുഷ്യൻ കൈ ബലമുള്ളവനായി മാറി. അവനൊരു നല്ല കുടുംബനാഥനായി മാറുന്നു, നല്ലൊരു അപ്പനായി മാറുന്നു, അധ്വാനിക്കുന്ന വ്യക്തിയായി മാറുന്നു. അവനിലൂടെ അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുക. പ്രിയമുള്ളവരെ, ഈ രാത്രി വചനം കേൾക്കുമ്പോൾ പ്രിയമുള്ള അപ്പന്മാരെ, പ്രിയമുള്ള യുവാക്കന്മാരെ, കർത്താവ് നിങ്ങളെ ശോഷിച്ച കരങ്ങൾക്ക് ജീവൻ നൽകും. കർത്താവ് മറ്റൊരു ദിവസം, മറ്റൊരു സാബത്തിൽ സിനഗോഗിൽ പ്രസംഗിക്കുമ്പോൾ ഇതാ കർത്താവ് നോക്കുമ്പോൾ സ്ത്രീകളുടെ സൈഡിൽ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ഇരിക്കുന്ന, ഒരു പാവപ്പെട്ട ഒരു അമ്മച്ചി. അവരെക്കുറിച്ച് വചനം പറയുകയാണ്, 38 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ രോഗബാധിതയായി കൂലിപ്പോയ ഒരു സ്ത്രീ. 38 വർഷമായി ഒരു ആത്മാവ് ബാധിച്ചു, രോഗിണിയായി, നിവർന്നു നിൽക്കാൻ സാധിക്കുന്നില്ല, ക്ഷീണിച്ചു പോയ ഒരു സ്ത്രീ. 38 വർഷമായി ഈ മകൾക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കുന്നില്ല, അധ്വാനിക്കാൻ സാധിക്കുന്നില്ല, കുടുംബത്തെ നോക്കാൻ സാധിക്കുന്നില്ല, വേദനിക്കുന്ന ഒരു സ്ത്രീ. ഒരു പക്ഷേ അവളുടെ പാപത്തിൻ്റെയോ തിന്മയുടെയോ കഠിനാധ്വാനത്തിൻ്റെയോ ഫലമായിട്ടായിരിക്കാം. എന്നാൽ കർത്താവ് അവിടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ശിരസിന്മേൽ ഈശോ തൻ്റെ കരങ്ങൾ വയ്ക്കുന്നു. അവൾ നിവർന്നു നിൽക്കുന്നു. അവൾ നല്ലൊരു കുടുംബനാഥിയായി മാറുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ഈ ജാഗരണ പ്രാർത്ഥനയിൽ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. കർത്താവ് നിൻ്റെ ശോഷിച്ച കരങ്ങൾക്ക് ജീവൻ നൽകും. കർത്താവ് നിൻ്റെ നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത നടുവിന് ജീവൻ നൽകി നിന്നെ അനുഗ്രഹിക്കും. നല്ലൊരു അപ്പനാക്കും, നല്ലൊരു അമ്മയാക്കും, നല്ലൊരു മകനാക്കും, നല്ലൊരു മകളാക്കും. പ്രിയമുള്ളവർ, നമുക്ക് ഈ സായാഹ്നത്തിൽ കർത്താവേ, ഞാൻ ശോഷിച്ച കരങ്ങളുള്ളവനാ, കർത്താവെ, ഞാൻ നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ കൂലിപ്പോയ വ്യക്തിയാണ്. അവിടുത്തെ സൗഖ്യം, അവിടുത്തെ അനുഗ്രഹം, അവിടുത്തെ രക്ഷ എനിക്ക് ആവശ്യമാണ്. ഒന്ന് കണ്ണുകളടയ്ക്കാം. ഒത്തിരി സ്നേഹത്തോടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, ഓ കർത്താവേ, അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷീണിച്ച, തളർന്ന, ആവശ്യമായ എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് വരണമേ, എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. അതെൻ്റെ കണ്ണുനീരൊപ്പാനാണ് കർത്താവേ, എൻ്റെ അലച്ചിലുകൾ എടുത്തു മാറ്റാണ് കർത്താവേ. സൗഖ്യം നൽകാൻ, അനുഗ്രഹിക്കാൻ അവിടെ നിന്ന് ഈ സായാഹ്നത്തിൽ എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും കടന്നു വരണമേ. എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ, എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഞാനൊരു അനുഗ്രഹമായി മാറട്ടെ, ഞാനൊരു അനുഗ്രഹമായി മാറട്ടെ, ഞാനൊരു അനുഗ്രഹമായി മാറട്ടെ. കരങ്ങളൊന്ന് മടിയിൽ തുറന്നു പിടിച്ച് ശാന്തമായി ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ദൈവമേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.
എന്നെ അനുഗ്രഹമാക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹമാക്കണമേ എന്നെ. അനുഗ്രഹമാക്കണമേ. എന്നെ അനുഗ്രഹമാക്കണമേ. അനുഗ്രഹമാക്കണമേ. എന്നെ അനുഗ്രഹമാക്കണമേ. യേശുവേ അനുഗ്രഹമാക്കണമേ. എന്നെ അനുഗ്രഹമാക്കണമേ. ആമേൻ. അനുഗ്രഹമാക്കണമേ. എന്നെ അനുഗ്രഹമാക്കണമേ. ഓ പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ദേശമെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. മാതാവേ, അമ്മയുടെ ഞങ്ങളുടെ നിയോഗങ്ങളെ അമ്മയുടെ ഹൃദയം വഴി തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിയോടെ ഒരു സ്തുതി ആശംസിച്ച പുഞ്ചിരിയോടെ അടുത്തിരിക്കുന്നവരെ നോക്കി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ നിറയ്ക്കട്ടെ. നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് ഗാനങ്ങൾ ആലപിച്ച് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി വരിക. ഈ വരികൾ നമുക്ക് ഇങ്ങനെ ഒന്ന് പാടാം. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനെ, പൊടി മാത്രമാകുമീ എന്നെ കരുണാർദ്ര പാത്രമായി മാറ്റാൻ സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനെ. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാർദ്ര പാത്രമായി മാറ്റാൻ സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. പണമോ? പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാർദ്ര പാത്രമായി മാറ്റാൻ സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. കൂടി പാടാം. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാർദ്ര പാത്രമായി മാറ്റാൻ സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാർദ്ര പാത്രമായി മാറ്റാൻ സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. ആരാധനേ എന്നേശുവേ, ആരാധനേ എന്നേശുവേ. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. നാം ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ് എന്നുള്ള ഉറപ്പോടെ, അവൻ പരമപരിശുദ്ധനാണ് എന്നുള്ള ബോധ്യത്തോടെ, എല്ലാ നാമങ്ങൾക്കും മീതെ ഉള്ളവനാണെന്നുള്ള അറിവോടെ, ഇതിനേക്കാളെല്ലാം അപ്പുറമായി നമ്മുടെ യുക്തിയും ബുദ്ധിയും നമ്മെ ഭരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധ്യമല്ലാതെ മാറ്റപ്പെടുന്നു. പരിശുദ്ധനായവനെ ആരാധിക്കുമെന്ന് നമുക്ക് ഒരുങ്ങാം. ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട് നമുക്കൊന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിപൂർണമായൊരു സമർപ്പണ ബോധ്യത്തോടെ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ എനിക്ക് ഈ ഒരു അവസരം കൂടി കിട്ടിയല്ലോ എന്നുള്ള നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആത്മാർത്ഥമായിട്ട് കണ്ണുകളടച്ച് അവരിലെ അർത്ഥം മനസ്സിലാക്കി, എൻ്റെ കർത്താവേ,
പൊടി മാത്രമാകുന്ന എന്നെ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറച്ച് അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ പാടി പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാദ്ര പാത്രമായി മാറ്റാൻ സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. ചേർന്ന് പാടാമോ? പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാദ്ര പാത്രമായി മാറ്റാൻ സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. എല്ലാവരും ചേർന്നൊരിക്കൽ കൂടി. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാദ്ര പാത്രമായി മാറ്റാൻ സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. ആരാധനേ എന്നേശുവേ, ആരാധനേ എന്നേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ഒക്കെ പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാദ്ര പാത്രമായി മാറ്റാൻ സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാദ്ര പാത്രമായി മാറ്റാൻ സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. ആരാധനേ എന്നേശുവേ, പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാദ്ര പാത്രമായി മാറ്റാൻ സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാദ്ര പാത്രമായി മാറ്റാൻ സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. ആരാധനേ എന്നേശുവേ, യേശുവേ, ആരാധനേ എന്നേശുവേ. ഓ
ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഏഴു പൊൻനിലവിളക്കിൻ നടുവിൽ ഞാൻ കാണുന്നേ, നിലയങ്കി ധരിച്ച മാറിൽ പൊൻകച്ചയണിഞ്ഞവനേ. ഏഴു നക്ഷത്രങ്ങൾ വലം കയ്യിൽ പിടിച്ചവനെ, സൂര്യനെ പോലും വെല്ലും മുഖശോഭയുള്ളവനേ. ഏഴു പൊൻനിലവിളക്കിൻ നടുവിൽ ഞാൻ കാണുന്നേ, നിലയങ്കി ധരിച്ച മാറിൽ പൊൻകച്ചയണിഞ്ഞവനേ. ഏഴു നക്ഷത്രങ്ങൾ വലം കയ്യിൽ പിടിച്ചവനെ, സൂര്യനെ പോലും വെല്ലും മുഖശോഭയുള്ളവനെ. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ. പൊടി മാത്രമാകുമേ എന്നെ കരുണാദ്ര പാത്രമായി മാറ്റാൻ, സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ. പൊടി മാത്രമാകുമേ എന്നെ കരുണാദ്ര പാത്രമായി മാറ്റാൻ, സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. ആരാധനേ എന്നേശുവേ, ആരാധനേ എന്നേശുവേ. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവൻ്റെ പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളിയിൽ ഉരുകിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റെതുപോലെയും. അവൻ്റെ വലത്ത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തല വാൾ, വദനം പൂർണ്ണ ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലത്ത് കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും. ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും, ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനുമായിരുന്നു. എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. പാദങ്ങൾ ചൂളിൽ ഉരുകിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റെത് പോലെയും, പാദങ്ങൾ വെള്ളോട് പോലെ, പിച്ചള പോലെ. ശക്തമായ ആ സ്നേഹത്തെ കാണാം, ശക്തമായ സ്നേഹത്തെ ആരാധിക്കാം.
ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. വെള്ളോട്ടിന് സദൃശ്യമാകും കാലുകളുള്ളവനെ, പെരുവെള്ളമിരയ്ക്കും പോലെ ശബ്ദവുമുള്ളവനെ, കണ്ണഗ്നി ജ്വാല പോലെ കത്തി ജ്വലിക്കുന്നവനെ, യേശുവേ നീ മാത്രം എൻ രക്ഷകൻ. വെള്ളോട്ടിനു സദൃശ്യമാകും കാലുകളുള്ളവനെ, പെരുവെള്ളമിരയ്ക്കും പോലെ ശബ്ദവുമുള്ളവനെ, കണ്ണഗ്നി ജ്വാല പോലെ കത്തി ജ്വലിക്കുന്നവനെ, യേശുവേ നീ മാത്രം എൻ രക്ഷകൻ. ഓ കരങ്ങളുയർത്തി വീശി ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനെ, പൊടി മാത്രമാകുമീ എന്നെ കരുണാർദ്ര പാത്രമായി മാറ്റാൻ, സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവരേ. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാർദ്ര പാത്രമായി മാറ്റാൻ, സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ. ആരാധനേ എന്നേശുവേ, ആരാധനേ എന്നേശുവേ. കരങ്ങളുയർത്തി വീശി ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. സിറാഫുകൾ ആരാധിക്കും പരിശുദ്ധനായവനെ, ദൂതന്മാർ വാഴ്ത്തിപ്പാടും തേജസ്സായുള്ളവനെ, എല്ലാ നാമങ്ങൾക്കും മേലായ നാമമേ, എല്ലാ മുട്ടും മടങ്ങും യേശുവിൻ നാമമേ. സേറാഫുകൾ ആരാധിക്കും പരിശുദ്ധനായവനെ, ദൂതന്മാർ വാഴ്ത്തിപ്പാടും തേജസ്സായുള്ളവനെ, എല്ലാ നാമങ്ങൾക്കും മേലായ നാമമേ, എല്ലാ മുട്ടും മടങ്ങും യേശുവിൻ നാമമേ. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാർദ്ര പാത്രമായി മാറ്റാൻ, സ്വർഗമഹിമയെല്ലാം വെടിഞ്ഞു വന്നവനേ, പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ,
സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാദ്ര പാത്രമായി മാറ്റാൻ സുഖമഹിമയെല്ലാം പിടിഞ്ഞു വന്നവനേ, ആരാധനേ എന്നേശുവേ, ആരാധനേ എന്നേശുവേ. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഒരുമിച്ച് പാടാം. ഓ ഹല്ലേലൂയ, ഓ ആരാധിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവിനെ, ആരാധിക്കാം ഈശോയെ, ആരാധിക്കാം ദൈവത്തിനെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധനായവൻ നീയേ, അതിശ്രേഷ്ഠനായവൻ നീയേ, സർവസൃഷ്ടികൾക്കും നാഥനായവനേ, പൊടി മാത്രമാകുമീ എന്നെ കരുണാദ്ര പാത്രമായി മാറ്റാൻ സ്വർഗമഹിമയെല്ലാം പിടിഞ്ഞു വന്നവനേ, ആരാധനേ എന്നേശുവേ, ആരാധനേ എന്നേശുവേ. ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പരിതരമുയർത്തി ഹല്ലേലൂയ. നമുക്ക് അമ്മയുടെ ഉപരഹയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ച് നമുക്ക് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം.